ഡിയർ ഫ്രണ്ട്സ്, ഏതാണ്ട് 5 വർഷം മുൻപ് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 11 വയസ്സായ ഒരു ആൺകുഞ്ഞ് 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമർത്ഥനായിരുന്നു, എ സ്മാർട്ട് ബോയ്. 6ാം ക്ലാസ്സിൽ കയറിയപ്പോൾ അവൻ്റെ ബിഹേവിയർ ചേഞ്ചസ് കണ്ട് ടീച്ചേഴ്സിന് സംശയം തോന്നി. എന്തെങ്കിലും ചോദിച്ചെന്നാൽ ആ കുട്ടി അരിശപ്പെടും, അതല്ലെങ്കിൽ സങ്കടപ്പെടും. അക്കാഡമിക്കലി അവൻ്റെ പെർഫോമൻസ് മോശമായിരുന്നു. ഇൻട്രോഗേഷന് ശേഷം മനസ്സിലായി ആ കുഞ്ഞിനെ നെയ്ബർ സെക്ഷുവലി അബ്യൂസ്ഡ് റിപ്പീറ്റഡ്ലി. അതിനുശേഷം അബ്യൂസർ താക്കീത് കൊടുത്തു, ആരോടും മിണ്ടിപ്പോകരുത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ചോദിക്കുകയാണ്, ആരാണ് നമ്മളുടെ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നത്? സാധാരണ പറയാറുണ്ട് അപരിചിതരാണെന്ന്. പക്ഷേ അത് ശരിയല്ല. 50% കുട്ടികൾ സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെടുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ്. അതാണ് സ്റ്റഡീസ് പറയുന്നത്. ആരിൽ നിന്നാണ് അവർ അബ്യൂസ് നേരിടുന്നത്? അച്ഛൻ്റെ ഫ്രണ്ട്സ്, അമ്മയുടെ ഫ്രണ്ട്സ്, ബ്രദർ ആൻഡ് സിസ്റ്ററുടെ ഫ്രണ്ട്സ്. അതുകൂടാതെ ബന്ധുമിത്രാദികൾ. ചില കുട്ടികൾ സ്വന്തം അച്ഛനിൽ നിന്നും, അമ്മയിൽ നിന്നും, ബ്രദറിൽ നിന്നും, സിസ്റ്ററിൽ നിന്നും അബ്യൂസ് നേരിട്ട കുട്ടികൾ ധാരാളം പേര് നമ്മളുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഈ അബ്യൂസിൽ നിന്ന് രക്ഷിക്കാം, അവരെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? ഞാൻ പറയുകയാണെങ്കിൽ, ടീച്ച് ദം ബൗണ്ടറീസ്. ഫിസിക്കൽ ബൗണ്ടറി, ഇമോഷണൽ ബൗണ്ടറി, ഡിജിറ്റൽ ബൗണ്ടറി. ഇതാണ് സെക്സ് എഡ്യൂക്കേഷൻ്റെ അടിത്തറ സ്ട്രോങ് ആകുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കട്ടിലിൽ ഒരു പുരുഷൻ കിടന്നാലും ഒരു സ്ത്രീ കിടന്നാലും നിങ്ങളുടെ കുട്ടി സേഫ് ആയിരിക്കും. എഡ്യൂക്കേറ്റ് യുവർ ചിൽഡ്രൻ, സപ്പോർട്ട് യുവർ ചിൽഡ്രൻ, പ്രൊട്ടക്റ്റ് യുവർ ചിൽഡ്രൻ. Thank you. For more details, refer my description box. Your Miss Leela.